സാർ, നമ്മുടെ പിണറായിയുടെ പോലീസ് ശരിക്കും ഇപ്പോൾ അദ്ദേഹത്തിന് അകമ്പടി മാത്രമാണോ പോകുന്നത്? കേരളത്തില് പിണറായിയുടെ പോലീസ് എന്ന് പറയുന്നത് പിണറായിനെ അകമ്പടി സേവിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു ഗുണ്ടാ മാഫിയ കേരളത്തിലുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു പോലീസുകാരുണ്ടാവും. അവിടുത്തെ പാർട്ടിയുടെ ഒരു നേതാവ്, പിണറായിയുടെ വലങ്കൈ ഒരു നേതാവ് അതാത് പ്രദേശത്ത് വാർഡുകളിലും പോലുണ്ട്. അവിടെയുള്ള ഗുണ്ടകളും കൂടി ചേർന്നിട്ട് ഒരു സംഘമുണ്ട് അവിടെ. അപ്പോൾ അവരെന്താണോ അവർക്ക് എന്തൊക്കെയാണോ കാര്യങ്ങൾ നടക്കുക അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് പോലീസ്. പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നാൽ ആ കേസ് അട്ടിമറിക്കാനോ അല്ലെങ്കിൽ അത് ഒതുക്കാനോ സെറ്റിൽമെൻറ്റിനോ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പോലീസ് ഉപയോഗിക്കുന്നത്. ഒരു ബലാത്സംഗത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഒരു പോലീസ് സ്റ്റേഷൻ വന്നാൽ ആ പെണ്ണിനെതിരെ ഒരു കള്ളക്കേസ്, ഒരു മോഷണ കേസെങ്കിലും ഇവർ കൊടുക്കും. എന്നിട്ട് ആ പെണ്ണിന് യാതൊരു നീതി കിട്ടില്ല. ഇപ്പുറത്ത് പിണറായിയുടെ പോലീസ് ഇത് സെറ്റിൽ ചെയ്ത് പൈസ വാങ്ങും. അപ്പം കേരളത്തിൽ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് നടക്കുന്നത് അതാണ്. പാവപ്പെട്ട സാധാരണക്കാർക്ക് ഒരു നീതിയും കേരളത്തിൽ കിട്ടുന്നില്ല. അതേസമയത്ത് പിണറായി വിജയൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ എവിടെയും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആയിരക്കണക്കിന് പോലീസിനെ വിന്യസിച്ച് അവിടെ ജനജീവിതം സ്തംഭിപ്പിച്ച് ബ്ലാക്ക് അവരെ ഒരു കുറേ സമയത്തേക്ക് ടൂട്ടിയിട്ട് ഇതൊക്കെയാണ് അദ്ദേഹം നന്ദാവനത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ നിന്ന് പോകുന്ന വഴി നമുക്കറിയാം തിരുവനന്തപുരത്ത് അവരെ പോലീസ് മാത്രമല്ല ആ പ്രദേശം മുഴുവൻ അവർ കസ്റ്റഡിയിലൊക്കെ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ കസ്റ്റഡിയിലൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചു കൊണ്ടുള്ള പരിപാടി ഇതിനു വേണ്ടിയിട്ടാണ് പോലീസ് കേരളത്തിൽ നടക്കുന്നത്. അല്ലാതെ ഇവിടെ പാവപ്പെട്ടവർക്ക് യാതൊരു നീതിയും കിട്ടുന്നില്ല, സുരക്ഷിതയും കിട്ടുന്നില്ല, അവരെ ജീവനോ സ്വത്തിനോ യാതൊരു സംരക്ഷണവും കിട്ടുന്നില്ല. ഏറ്റവും വലിയ തെളിവാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ചേന്ദമംഗലം നടന്ന 3 പേരെ വെട്ടി കൊന്ന ഒരാൾ കൊന്നു. അവിടെ ഇയാൾ ക്രിമിനലാണെന്നും അയാൾ ഉപദ്രവിക്കും കൃത്യമായി ഭീഷണിയുണ്ടെന്നും പോലീസിനെ ഇവിടെ നെന്മാറയിൽ ഇന്ന് ഇയാളൊരു സൈക്കോ ആണെന്നും അയാളുടെ ഈ പറഞ്ഞ സുധാകരന്റെ ഭാര്യയെ കൊന്ന ആളാണെന്നും ആ കൊന്ന ആള് അവിടെ വരുമ്പോൾ തീർച്ചയായും ഈ പോലീസിന്റെ സഹായം കൊണ്ട് മാത്രമേ അയാൾക്ക് ജാമ്യം കിട്ടുന്നത്. ആ ജാമ്യം കിട്ടി ഇറങ്ങിയ ആള് നാളെ വീണ്ടും അതേ സൈക്കോ ആയിട്ട് എന്തും ഇതേപോലെ കൊലപാതകം നടക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കറിയാം. അവിടെയുള്ള ആളുകൾ പറയുന്നത് കേൾക്കുന്നില്ലേ? കുട്ടിയും പറയുന്നുണ്ട് സാർ. ആ മരണപ്പെട്ട അയാളുടെ മകള് അവിടെ ഇല്ലാതെ അവരെയും കൊല്ലായിരുന്നു. ആ കുട്ടി കരഞ്ഞു പറയൂ. അത് നമുക്കൊന്ന് കേൾക്കാം. അത് കേട്ടാ നമുക്ക്. അച്ഛനും കൂടി പോയി കൊടുത്തതാണ്, പിന്നെ ഇവിടുത്തെ നാട്ടുകാർ പോയി കൊടുത്തതാണ്. എന്നിട്ട് അവരെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. വിളിച്ചു വരുത്ത അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി. എനിക്കാണെങ്കിൽ ഇവിടെ വരെ പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത്. അയാളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണം. അയാൾ എന്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്ത വീട്ടിന്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് ഈ പോലീസുകാർക്കൊന്നും മനസ്സിലാവാത്തത്. അവിടെയല്ലേ ഞാനും എന്റെ അച്ഛനും കൂടി വന്നത്. 29-ാം തീയതി ഡിസംബർ 29-ാം തീയതി ഞാൻ വന്ന് പരാതി കൊടുത്തതാ. ഭീഷണിപ്പെടുത്തണ എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എന്റെ അച്ഛൻ ഇവിടെ വന്നതാ. എനിക്ക് പേടിയായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത്. ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇതന്നെയല്ലേ എന്റെ അവസ്ഥ. അതാണ് നടക്കണത്. എന്റെ അമ്മയ്ക്ക് അവന്റെ അവസ്ഥ ഉണ്ടായത്. ഇപ്പൊ എന്റെ അച്ഛൻ അതന്നെയല്ലേ ഉണ്ടായത്. നിങ്ങളുടെ എന്തെങ്കിലും കുടുംബത്തിലാണെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? അയാളെ തൂക്കിക്കൊല്ല, അത് ചെയ്യും ഇത് ചെയ്യും. ഇവിടെയാണെങ്കിലും അയാൾക്ക് 4 കൊല്ലം നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം. ഞങ്ങളുടെ കണ്ണീരിന് വിലയില്ല. അയാളുടെ സ്വഭാവം അങ്ങനെയാണ്. അയാൾ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അങ്ങനെ വിടുകയാണ്. ഞാൻ അങ്ങനെ ചെയ്യില്ലാന്ന് അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നുണ്ട് പോലീസിൽ വന്ന് പറഞ്ഞത്. അതും വിശ്വസിച്ചിട്ട് വിട്ടയച്ച എന്റെ അച്ഛനും അച്ഛമ്മയ്ക്കായിട്ട് പോയത്. ഇനി എനിക്ക് ആരാ ഉള്ളത്? എനിക്ക് ഭീഷണി. അയാൾ ഇങ്ങനെ ഓരോരുത്തരെ കൊല്ലും. അയാളുടെ ഭാര്യ പണിക്ക് പോയതിന് ഞങ്ങളുടെയാണല്ലോ ഇതാക്കണ്. അതിന് പറഞ്ഞ് എനിക്ക് പേടിയാണ്, ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് ഞാനും അച്ഛനും കൂടെ 29-ാം തീയതി അടുത്ത ഡിസംബറിന് പോയി കൊടുത്തതാണ്. അപ്പൊ അവർ അന്വേഷിക്കാൻ പറയുന്നുണ്ട്. എന്താ അന്വേഷിക്കണം? രാവിലെ അയാൾ വിളിച്ചിട്ട് 2 പോലീസുകാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം. അപ്പൊ അയാൾ ചോദിക്കാണ് തമാശയിൽ ഒന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരണോന്ന്. ഇങ്ങനെ അയാൾ എന്ത് ടൂർ പോയി കളിക്കാണോ ജയിലില്? ഇങ്ങനെ ഓരോന്ന് കൊല്ല അങ്ങനെ പോവുക ജയിലിക്ക്. ഇങ്ങനെയാണ് അയാളുടേത്. ഇനി അയാളുടെ ജയിലിലേക്ക് കയറ്റാൻ തന്നെയല്ലേ നിങ്ങളും പോണത്? എന്താ ചെയ്യ? എന്നെയും കൂടി കൊന്നിട്ട് പോട്ടെ. എന്റെ കുടുംബത്തിനെയാണല്ലോ എല്ലാവർക്കും കണ്ണ്.
ഞാനാണ് അച്ഛൻ വരുമ്പോ ഞാനാണ് ഇങ്ങോട്ട് ഓടി ഓടി വരുന്നത്. അച്ഛൻ വരുമ്പോഴൊക്കെ ഞാനാണ് ഇങ്ങോട്ട് ഓടി ഓടി വരുന്നത്. അയാളെ പേടിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച അച്ഛൻ വന്നിട്ടില്ല, ഞാനും വന്നിട്ടില്ല. ഞാനും വരുന്നില്ല പറഞ്ഞിട്ട് അച്ഛൻ ഇന്ന് ക്ഷേമനിധി കെട്ടാൻ വേണ്ടി മാത്രം ഇന്നലെ വന്നതാണ്. ഞാൻ ക്ഷേമനിധി കെട്ടാൻ അച്ഛൻ ഇങ്ങോട്ട് വരാൻ പേടിയാണ് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ നെന്മാറയിൽ ഇരുന്നത്. ഇല്ലെങ്കിൽ ഞാനും അച്ഛൻ്റെ കൂടെ വന്നതാണെങ്കിലോ. ഇവിടെ താമസിക്കാത്തത് ഇവിടെ പേടിയായിട്ടാണ്. പേടിയായിട്ട് തന്നെയാണ്. അത് ഒരു മാസം 1-2 മാസം 3 മാസമായി. ഡിസംബർ തൊട്ടിട്ട് ജാമ്യല്ലേ. വീട്ടിലേക്ക് പോകണം പറഞ്ഞ ഞാൻ നേരെ വന്നത് പോലീസ് സ്റ്റേഷൻ. അവിടെ എല്ലാ പോലീസും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഇയാൾ അന്വേഷിക്കുക എന്തെങ്കിലും ചെയ്യത്തിന് എന്തെങ്കിലും നടപടി എടുക്കണ്ട. വെറുതെ ഓരോന്ന് ഇങ്ങനെ വരും. ഒരു 5 ദിവസം പോലീസ് ഇവിടെ വന്ന് കളിക്കും, പിന്നെ അയാളുടെ ജയിലിൽ കൊണ്ടുപോകും. നഷ്ടപ്പെട്ടതൊക്കെ ഫുള്ള് ഞങ്ങൾക്കാണല്ലോ. പറയണേ സാർ. കേട്ടില്ല, അവിടെ നാട്ടുകാർ പറയുന്നത് കേട്ടോ. കത്തി കാണിച്ചിട്ട് ഇതാണ് എന്റെ കത്തി, എന്റെ അരുവാള്, ഇത് എനിക്ക് എന്റെ സെറ്റപ്പാണ് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നീ എന്തിനാ ഇത് കൊണ്ടൊക്കെ നടക്കുന്നത്, നീ നിന്റെ വീട്ടിലേക്ക് പോ, നീ ആരുടെ ഒന്നിനും പോണ്ട, ഞങ്ങൾ നിന്നോട് ആരും ഒന്നിനും വരുന്നില്ല. ഇല്ലതാ അവിടെ അമ്മായിയാണത്. അതിന് അപ്പൊ എന്റെ സെറ്റപ്പ് കാണണ ചോദിച്ചു. ആ പറയിനെ അവിടെ ഇട്ടിട്ട് അവ സെറ്റപ്പ് കാണിച്ചു തന്നു. കൊടുവാൾ വലിയ വീശ് കത്തിയാണ് തുറന്നോട്ടുണ്ട്. അവൻ മുണ്ട് അയച്ചിട്ടിരിക്കുകയാണ്, മുണ്ടിന്റെ ഉള്ളിൽ കൂടെയാണ്. വീട്ടിൽ വിറകെടുക്കാൻ വന്നതാ. വിറക് ഞങ്ങൾ തൊടിയിൽ എടുത്തിട്ട് അവൻ പോകുകയാണ്. അപ്പോഴാണ് നിങ്ങൾ എന്താ അവിടെ നിൽക്കണമെന്ന് എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ കണ്ടത്തിൽ വെള്ളം തിരിക്കാൻ വന്നാണ്. ഭർത്താവുണ്ട്, വെള്ളം തിരിക്കാൻ വന്നിരിക്കാണ്ട വെള്ളമില്ല അവൻട്ടാണ് എന്ന് പറഞ്ഞു. എന്നെ വെട്ടണം പറഞ്ഞ് നടക്കുകയാണ്. എന്റെ സെറ്റപ്പ് കാണണമെന്ന് നിങ്ങൾക്ക് ചോദിച്ചു. ആ വേഗം വടിവാളൊക്കെ കൊടുത്തുക, നീ ഇത്തിരി മിണ്ടാണ്ടിരിക്കേ, നീ നിന്റെ വീട്ടിലേക്ക് പോ, നീ ഒരു സെറ്റപ്പിന് നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു. ഒരു മണിക്കൂർ ആകുമ്പോഴത്തേനും ഇവിടെ ഇയാളെ വെട്ടി ഇട്ടു. അതന്നെയാണ് വീട്ടിൽ വെച്ചിരിക്കുന്നത്. രാവിലെ എല്ലാവർക്കും പ്രദേശവാസികൾക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമായിരുന്നു. ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ഇയാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. ഇയാളുടെ ഭാര്യയും മോളും, ഒരു മോൾ തന്നെ ഉള്ളൂ. ആ കുട്ടിയും ഇയാളുടെ ഭാര്യയും പിണങ്ങി പോയിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾ മുന്നേ. അതിന് മറ്റുള്ള അയൽവക്കക്കാരാണ് ഇതിന് പിണങ്ങി പോകാൻ കാരണം. മറ്റുള്ളവർ എൻ്റെ ഭാര്യയും മകളുടെ അടുത്തും എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പിണക്കി വിട്ടതാണ്. എൻ്റെ കുടുംബ ജീവിതം തകർത്തു എന്നുള്ളതാണ്. ഇപ്പൊ അയാൾക്ക് പ്രത്യേകിച്ചുള്ള വൈരാഗ്യം. അയാൾ ആരടുത്തും അയാൾ ഞങ്ങളായിട്ട് വഴക്കിന് പോകും, അയാളായിട്ട് വഴക്കിന് വരും, ഒന്നും ചെയ്യില്ല. ഇയാൾ ഈ മൈൻഡിൽ ഇങ്ങനെ ഓരോന്ന് കരുതി വെച്ച് ചെയ്ത സംഭവമാണ് സാറേ. അന്നത്തെ ആ കൊലപാതകം, ആ ചേച്ചിനെ, ഇന്നിപ്പോൾ ആ ചേച്ചിന്റെ ഭർത്താവ് അമ്മായിയമ്മയും മരിക്കാനുള്ള കാരണം സംഭവമാണ്. ഇപ്പൊ ആ കുട്ടി, ആ ഒരു 2 പെൺകുട്ടികൾ, ഒരു കുട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു പെൺകുട്ടി ഇപ്പോൾ അനാഥയായിട്ട് ഒന്നിനും പറ്റാതെ ഇരിക്കുകയാണ്. 2 പെൺകുട്ടികളാണ് അവർക്ക്. ഒരു കുട്ടിന് ഇപ്പോൾ 1 വർഷം മുന്നേ കല്യാണം കഴിഞ്ഞു. ഇതിപ്പോ ഒരു പെൺകുട്ടീനെ കുട്ടി പേടിച്ചിട്ട് അവിടെ വീടാണ്, പേടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. അവരുടെ അമ്മ വീട്ടിലെ താമസിച്ച് പഠിക്കുന്നു സാറേ. എന്താ വല്ലാത്തൊരു അവസ്ഥയാണ്. അയാളെ കണ്ട ഒരു എന്താ പറയാ എല്ലാവർക്കും പേടിയാണ്. കാണുമ്പോൾ എല്ലാവരും ഒതുങ്ങി പോകും. ആരും ഒന്നും സംസാരിക്കാനോ പിടിക്കാനോ ഒന്നിനും പോകില്ല അയാളുടെ. കണ്ടല്ലോ എന്തൊരു ഭീകരമായ അവസ്ഥയാണ്. കേരളത്തിൽ ഇവിടെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ പോലീസില്ല. അത് പിണറായി വിജയൻ്റെ ആസനം താങ്ങാൻ വേണ്ടി മാത്രമേ പോലീസുള്ളൂ. എല്ലാ സ്ഥലത്തും അവിടെ ഇതുപോലെ എന്തൊക്കെ താക്കാൻ പറ്റും. അതുപോലെ എതിരാളികളെ അടിച്ചൊതുക്കാൻ, കള്ളക്കേസ് എടുക്കാൻ. ഇപ്പം എൻ്റെ അനുഭവത്തിലൊക്കെ കള്ളക്കേസ് എടുക്കാൻ എന്ത് മിടുക്കാണ് പോലീസിന്. ഓൺ ദ സ്പോട്ടല്ലേ ബോച്ചേനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയനാട്ടിൽ പോയത്. ഇതേ പോലീസ് എന്തുകൊണ്ടാണ് ഇവിടെ സംരക്ഷണം ഏർപ്പെടുത്താതിരുന്നത്? ഇങ്ങനെ ഒരാൾ വരുമ്പോൾ കസ്റ്റഡിയിലെടുത്ത അല്ലെങ്കിൽ അവിടെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ താവണ്ട, അയാളെ വിളിച്ചു വരുത്തി. ഇയാൾക്ക് ജാമ്യം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ജാമ്യം കൊടുക്കണേ പോലീസിന് സഹായം ഉണ്ടാവുമല്ലോ. പോലീസ് സ്ട്രോങ് ആയിട്ട് നമ്മുടെയൊക്കെ കള്ളക്കേസുകളിൽ. അപ്പോൾ സാർ ശരിക്കും മനഃപൂർവ്വം പോലീസ് ഇങ്ങനെ ആകുന്ന രണ്ടാമതൊരു ഭരണം കൂടെ വന്നു കഴിഞ്ഞാൽ ആലസ്യമാണോ? രണ്ടാമത് വന്നപ്പോഴേക്ക് പോലീസിനെ എല്ലാം നിർവീര്യമാക്കി. അവിടുത്തെ CPM-ൻ്റെ സെൻറ്ററാണ് നെന്മാറ. ഈ സെന്മാറയിൽ തീർച്ചയായും ഇയാൾക്ക് CPM ആയി ബന്ധമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഇയാൾക്ക് വേണ്ടിയിട്ടാണ് പോലീസ് നിൽക്കുക. അയാളൊരു ഡ്രൈവറാണെന്ന് പറയുന്നു. അപ്പോൾ അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിക്കാനൊക്കെയുള്ള എല്ലാ ഇതിപ്പോൾ കഴിഞ്ഞിട്ട് ഇതുവരെ പിടിച്ചിട്ടില്ല. അത് കേട്ട് കഴിഞ്ഞാൽ ഒരു കാരണമില്ലാത്ത കാരണമാണ് പറയുന്നത്. ശരിക്കും ഒരു സൈക്കിക് പ്രശ്നമുള്ള ഒരാൾ തന്നെ, സൈക്കോ ആണെന്ന് തന്നെയാണ് നാട്ടുകാർ ആണല്ലോ. അയാൾ ഭാര്യയെ വിട്ടുപോയതിന്, ഭാര്യയും മകളും വിട്ടുപോയതിന് ഈ അടുത്ത വീട്ടിലെ ആൾക്കാരും തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെയാണ് ഇതിന് കാരണക്കാരെന്ന് കണ്ടിട്ടാണ് സംശയിച്ചിട്ടാണ് ആദ്യം ഭാര്യയുടെ സുഹൃത്തായ അവരെ കൊന്നത്. അതിനുശേഷം ഇപ്പൊ ചന്താമരം ചെയ്തത്
ഭർത്താവിനെ കൊന്നു, അവരുടെ അമ്മേനെയും കൊല്ലാന്ന് പറഞ്ഞാൽ എന്തുമാത്രം അയാള് ഒരു കൊടും ഭീകരത സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ സാർ ഇതിൽ നമുക്ക് ഇപ്പോൾ ഈ പോലീസിൻ്റെ തലപ്പത്ത് ഇപ്പം ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ തന്നെ പോലീസ് വകുപ്പിനൊരു നാഥനില്ല. പോലീസിൻ്റെ തലപ്പത്ത് പോലും പ്രശ്നമാണ്. ഇപ്പോൾ മനോജ് എബ്രഹാം വന്നു, നേരത്തെ അജിത് കുമാറിനെ മാറ്റി, മുഖ്യമന്ത്രിക്ക് ഇത് നോക്കാൻ സമയമില്ല. അപ്പോൾ ഇത് തീർത്തും ഒരു ഭരണ പരാജയമല്ലേ? ഇവിടെ ക്രമസമാധാനം പരാജയപ്പെട്ടിട്ട് എത്ര കാലം? പ്രതിപക്ഷം പോരാത്തോണ്ടാണ്. പ്രതിപക്ഷം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അടുത്ത കാലത്ത് നമ്മുടെ വീണ ജോർജിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലിൽ 4 പേർ ചേർന്നിട്ട് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത്. പ്രായപൂർത്തി SC/ST പെട്ട 13 വയസ്സ് മുതൽ 15 വയസ്സുള്ള ഒരു കാലഘട്ടത്തിൽ ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടും ആ മന്ത്രി രാജിവെക്കണമെന്ന് ഒരു അക്ഷരം മിണ്ടാത്ത പ്രതിപക്ഷമുള്ളപ്പോൾ ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയിൽ ഇല്ലാത്തപ്പോൾ ഇവിടെ ഇങ്ങനെ പിണറായി വിജയൻ എന്ത് തെമ്മാടിത്തരം കാണിക്കാം? പിണറായി വിജയൻ്റെ പോലീസിന് എന്ത് തെമ്മാടിത്തരം കാണിക്കാം? എന്നെ കള്ളക്കേസിൽ കുടുക്കി. എന്താ പ്രതിപക്ഷം മിണ്ടാതിരുന്നത്? അതെന്താണെന്ന് അന്വേഷിച്ചതിന് സത്യാവസ്ഥ ഉണ്ടോ അന്വേഷിക്കാൻ പോലും അവർ പോയിട്ടുണ്ടോ? ഇല്ല, അവർക്ക് സമയമില്ല. അവർക്ക് പിണറായി വിജയൻ ആസനം താങ്ങാൻ മാത്രമേ സമയമുള്ളൂ. ഇവിടെ യാതൊരു തരത്തിലും ക്രമസമാധാനം പാലിക്കാൻ വേണ്ടി പോലീസിന് യാതൊരു ശ്രദ്ധയേ ഇല്ല. അവർക്ക് ഇത്തരം കലാപരിപാടികൾക്ക് ധാരാളം സമയമുണ്ട്. പോലീസിനെ കൊണ്ട് അവർ ക്രിമിനലാക്കുക എന്നുള്ളതാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ എല്ലാ തലത്തിലും കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ക്രമസമാധാനം തകർന്നിരിക്കുന്നു. സ്വത്തിനും ജീവന് സംരക്ഷണമില്ല എന്നുള്ള അവസ്ഥ 100% സത്യമാണ്. എതിരാളികളാണെങ്കിൽ ആരെങ്കിലും ആണെങ്കിലും അവരെ ഏത് രാത്രിയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും വീട് വളഞ്ഞിട്ടാണെങ്കിലും അത് എത്ര പോലീസിനെ വിന്യസിച്ചിട്ടാണെങ്കിലും അറസ്റ്റ് ചെയ്യാനും ജയിലടപ്പിക്കാനും ഇവരുടെ ശുഷ്കാന്തി കണ്ടിട്ടുണ്ടോ? ഇവർക്ക് ഏതെങ്കിലും കേസിൽ ഒതുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും പൈസ തട്ടാൻ വേണ്ടി അങ്ങനെ ഉണ്ടായ സംഭവം. ബോച്ചേൻ്റെ അറസ്റ്റ് ഉണ്ടല്ലേ, അയാളെ പൊലച്ചയിൽ പോയി വളഞ്ഞ് പിടിച്ച് കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് എന്താ PV അൻവറിനെ വീട് വളഞ്ഞ് പിടിച്ചല്ലേ? എന്തിനാ PC ജോർജിന് വീട് വളഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്ത് എങ്ങനെയാ? എന്താണ് ഇവിടെ നടക്കുന്നത്? എതിരാളിയാണോ? അവർക്കെതിരെ പറയുന്ന ആൾക്കാരാണോ? അവരെ പിടിക്കാൻ പോലീസിന് ഭയങ്കര തരംതാണ രാഷ്ട്രീയക്കാരന്റെ പ്രവൃത്തി പോലെയാണല്ലേ സാർ? ഒരു തരംതാണ രാഷ്ട്രീയക്കാരൻ പോലും പ്രവർത്തിക്കാത്തൊരു ഏകാധിപതി ആയ ഒരു ഭരണാധികാരിയാണ് ഈ പിണറായി വിജയൻ എന്ന് ഓൾറെഡി തെളിയിച്ചു. സാർ പറയുന്ന പോലെ ഈ പ്രതിപക്ഷം ഇങ്ങനെയും ഇത്ര പോലും ഒട്ടും തന്നെ സ്ട്രോങ് ആവാത്ത ഈ സ്ഥിതിക്കാണ് സാർ ഇനി ഒരു ഭരണം കൂടെയൊക്കെ വീണ്ടും ഇവരുടെ വരുമോ എന്നൊരു ആശങ്ക തന്നെ ജനത്തിൽ. എന്താണ് സാർ അതിന്റെ ഒരു? അത് നടന്നില്ല എന്ന് പറയാൻ പറ്റില്ല. BJP പിണറായി വിജയനെ വീണ്ടും ഭരണത്തിൽ കൊണ്ടുവന്ന് BJP വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സകല പരിപാടിയും നടത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കേരളം കുട്ടിച്ചോറായിരിക്കുന്നു. ഇവിടെ ജീവിക്കാൻ യാതൊരു സാഹചര്യമില്ല. ജനങ്ങൾ ജീവനം കൊണ്ട് ഓടുകയാണ് കേരളത്തിൽ നിന്ന്. ഏതായാലും സാർ ആ പെൺകുട്ടി പറഞ്ഞത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കാം. കേൾക്കട്ടെ. അച്ഛനും കൂടി പോയി കൊടുത്തതാണ്, പിന്നെ ഇവിടുത്തെ നാട്ടുകാരും പോയി കൊടുത്തതാണ്. എന്നിട്ട് അവരെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. വിളിച്ചു വരുത്ത അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി. എനിക്കാണെങ്കിൽ ഇവിടെ വരെ പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത്. അയാളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണം. അയാൾ എൻ്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്ത വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് ഈ പോലീസുകാർക്കൊന്നും മനസ്സിലാവാത്തത്. അവിടെയല്ലേ ഞാനും എൻ്റെ അച്ഛനും കൂടി വന്നത്. 29-ാം തീയതി ഡിസംബർ 29-ാം തീയതി ഞാൻ വന്ന് പരാതി കൊടുത്തതാ. ഭീഷണിപ്പെടുത്തണ എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എൻ്റെ അച്ഛൻ ഇവിടെ വന്നതാ. എനിക്ക് പേടിയായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത്. ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇതന്നെയല്ലേ എൻ്റെ അവസ്ഥ. അതാണ് നടക്കണത്. എന്റെ അമ്മയ്ക്ക് അതല്ല അവസ്ഥ ഉണ്ടായത്. ഇപ്പൊ എന്റെ അച്ഛൻ അതന്നെയല്ലേ ഉണ്ടായത്. നിങ്ങളുടെ എന്തെങ്കിലും കുടുംബത്തിലാണെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? അയാളെ തൂക്കിക്കൊല്ല, അത് ചെയ്യും ഇത് ചെയ്യും. ഇവിടെയാണെങ്കിലും അയാൾക്ക് 4 കൊല്ലം നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം. ഞങ്ങളുടെ കണ്ണീരിന് വിലയില്ല. അയാളുടെ സ്വഭാവം അങ്ങനെയാണ്. അയാൾ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അങ്ങനെ വിടുകയാണ്. ഞാൻ അങ്ങനെ ചെയ്യില്ലാന്ന് അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നുണ്ട് പോലീസിൽ വന്ന് പറഞ്ഞത്. അതും വിശ്വസിച്ചിട്ട് വിട്ടയച്ച എന്റെ അച്ഛനും അച്ഛമ്മയ്ക്കായിട്ട് പോയത്. ഇനി എനിക്ക് ആരാ ഉള്ളത്? എനിക്ക് ഭീഷണി. അയാൾ ഇങ്ങനെ ഓരോരുത്തരും കൊല്ലും. അയാളുടെ ഭാര്യ പണങ്ങി പോയത് ഞങ്ങളുടെയാണല്ലോ ഇതാക്കണ്. അതിന് പറഞ്ഞ് എനിക്ക് പേടിയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് ഞാനും അച്ഛനും കൂടെ 29-ാം തീയതി അടുത്ത
ഡിസംബറിന് പോയി കൊടുത്തതാണ്. അപ്പൊ അവർ അന്വേഷിക്കാൻ പറയുന്നുണ്ട്. എന്താ അന്വേഷിക്കണം? രാവിലെ അയാൾ വിളിച്ചിട്ട് 2 പോലീസുകാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം. അപ്പൊ അയാൾ ചോദിക്കാണ് തമാശയിൽ ഒന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരണോന്ന്. ഇങ്ങനെ അയാൾ എന്ത് ടൂർ പോയി കളിക്കാണോ ജയിലില്? ഇങ്ങനെ ഓരോന്ന് കൊല്ല അങ്ങനെ പോവുക ജയിലിക്ക്. ഇങ്ങനെയാണ് അയാളുടേത്. ഇനി അയാളുടെ ജയിലിക്ക് കയറ്റാൻ തന്നെയല്ലേ നിങ്ങളും പോണത്? എന്താ ചെയ്യും? ഇനി എന്നെയും കൂടി കൊന്നിട്ട് പോട്ടെ. എന്റെ കുടുംബത്തിനെയാണല്ലോ എല്ലാവർക്കും കണ്ണ്. ഞാനാണ് അച്ഛൻ വരുമ്പോ ഞാനാണ് ഇങ്ങോട്ട് ഓടി വരുന്നത്. അച്ഛൻ വരുമ്പോഴൊക്കെ ഞാനാണ് ഇങ്ങോട്ട് ഓടി വരുന്നത്. അയാള് പേടിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച അച്ഛൻ വന്നിട്ടില്ല, ഞാനും വന്നിട്ടില്ല. ഞാനും വരുന്നില്ല പറഞ്ഞിട്ട് അച്ഛൻ ഇന്ന് ക്ഷേമനിധി കെട്ടാൻ വേണ്ടി മാത്രം ഇന്നലെ വന്നതാണ്. ഞാൻ ക്ഷേമനിധി കെട്ടാൻ അച്ഛൻ ഇങ്ങോട്ട് വരാൻ പേടിയാണ് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ നെന്മാറയിൽ ഇരുന്നത്. ഇല്ലെങ്കിൽ ഞാനും അച്ഛൻ്റെ കൂടെ വന്നതാണെങ്കിലോ ഇവിടെ താമസിക്കാത്തത് ഇവിടെ പേടിയായിട്ട് തന്നെയാണ്. അത് 1 മാസം 1-2 മാസം 3 മാസമായി. ഡിസംബർ തൊട്ടിട്ട് ജാമ്യമല്ലേ? വീട്ടിലേക്ക് പോകണം പറഞ്ഞ ഞാൻ നേരെ വന്നത് പോലീസ് സ്റ്റേഷൻ. അവിടെ എല്ലാ പോലീസും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഇയാൾ അന്വേഷിക്കുക എന്തെങ്കിലും ചെയ്യത്തിന് എന്തെങ്കിലും നടപടി എടുക്കണ്ട. വെറുതെ ഓരോന്ന് ഇങ്ങനെ വരും. ഒരു 5 ദിവസം പോലീസ് ഇവിടെ വന്ന് കളിക്കും, പിന്നെ അയാളുടെ ജയിലിൽ കൊണ്ടുപോകും. നഷ്ടപ്പെട്ടതൊക്കെ ഫുള്ള് ഞങ്ങൾക്കാണല്ലോ.